ഏഴാം ഭാവവും വിവാഹ കാലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏഴാം ഭാവത്തിനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏഴാം ഭാവത്തിലേക്ക് ഗുരു ദൃഷ്ടിയോ ശനി ദൃഷ്ടിയോ ഗുരുവോ ശനിയോ നിന്നാലും വിവാഹം താമസിക്കും. ഏഴാം ഭാവത്തിൽ ഗുളികൻ്റെ കൂടെ ചന്ദ്രയോഗം ചെയ്തു നിന്നാൽ സ്വന്തം അന്തസ്സിനും ചേരാത്ത സ്ത്രീ പുരുഷ വിവാഹം ചെയ്യും, അഥവാ വ്യഭിചാരം. ഏഴിൽ നിൽക്കുന്ന ശുക്രനെ ഗുളികൻ നോക്കുകയോ യോഗമോ വന്നാൽ വ്യഭിചാര സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാവും. ഏഴിൽ നിൽക്കുന്ന ശുക്രന് കേതുവിൻ്റെയും ഗുളികൻ്റെയും ബന്ധം വന്നാൽ വിദേശിയെ വിവാഹം കഴിക്കും. അന്യജാതിയിൽപ്പെട്ട സ്ത്രീ പുരുഷനെ വിവാഹം കഴിക്കുമെന്നും അർത്ഥം. ഏഴാം ഭാവാധിപതി 9ാം ഭാവത്തിൽ നിന്നാൽ വിവാഹശേഷം ഉയർച്ച ഭാഗ്യമുണ്ടാവും. മഹാഭാഗ്യയോഗം എന്ന് പറയുന്നത് പുരുഷജാതകത്തിൽ ലഗ്നം ഓജരാശിയായുകയും പകൽ ജനിക്കുകയും ചെയ്താൽ മഹാഭാഗ്യയോഗമാണ്. സ്ത്രീ ജാതകത്തിൽ ലഗ്നം യുഗ്മ രാശിയായി വരികയും യുഗ്മരാശിയിൽ ലഗ്നം അംശിക്കുകയും രാത്രിയിൽ ജനിക്കുകയും ചെയ്താൽ മഹാഭാഗ്യയോഗമാണ്. വിദേശയാത്ര 9ാം ഭാവത്തെ കൊണ്ടും 7ഉം 12ഉം ഭാവങ്ങളെ കൊണ്ടും ചിന്തിക്കണം. ഇതാണ് വിവാഹത്തിൻ്റെ 7ാം ഭാവം കൊണ്ട് വിവാഹത്തിന് വരുന്ന ദോഷങ്ങളും ഫലങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നത്.